ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞങ്ങൾ ഒരു ചൈനയിലെ ഒരു റോഡ് ക്രോസിങ്ങിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളെ കാണിക്കണം കേട്ടോ. ചോക്ക് വളരെ ശ്രദ്ധയോടെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. ഗ്രീൻ സിഗ്നലാണ്. അങ്ങനെ ഞങ്ങൾ ക്രോസ് ചെയ്ത് നിങ്ങളെ കുറേ കാഴ്ചകളൊക്കെ ഇന്ന് കാട്ടിത്തരാം കേട്ടോ. അങ്ങനെ നമ്മൾ പോയി ആ കാണുന്നതാണ് ഇവിടുത്തെ വലിയ സ്റ്റേഡിയം. സ്റ്റേഡിയം മീൻസ് ഇവിടെ ഏഷ്യൻ ഗെയിംസ് ഒക്കെ നടന്നതാണ്. അതാണ് ചോക്കുൻ്റെ വീട്. ഇതാണ് വലിയ സ്റ്റേഡിയം. ഏഷ്യൻ ഗെയിംസ് ഒക്കെ ഇവിടെ ഇവന്റ് ഒക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ വളരെ ഹാപ്പനിങ് പ്ലേസ് ആണ്. അവിടെ ഒത്തിരി പരിപാടികൾ, മ്യൂസിക്കൽ ഇവന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഒരു റഷ് ആയിട്ടുള്ള ഒരു ബിസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ രാത്രി ആകുമ്പോഴത്തേക്കും ആ വൈറ്റ് കാണുന്ന അതൊക്കെ പല പല കളറിൽ നല്ല രസമാണ് കാണാൻ. ഇവരെവിടെ പോവാ? ഇവരെവിടെയോ ട്രാവലിങ്ങിനുള്ള ട്രക്കിങ്ങിന് പോകാനുള്ള ഒരു ശ്രമത്തിൽ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ക്രോസിങ് നമ്മളങ്ങ് 3 സിഗ്നലായി. റൂൾ ബ്രേക്കിംഗ് ആണെങ്കിലും ഞങ്ങൾ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. ടയേർഡായല്ലോ, ഒത്തിരി ദൂരം നടന്ന് വരികയാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ക്രോസ് ചെയ്തു. വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ചോക്കും ധൈര്യത്തിൽ അങ്ങ് ക്രോസ് ചെയ്തപ്പോൾ തന്നെ ഗ്രീൻ ആകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഇത് കണ്ടോ, ചൈനയിലെ വഴികൾ എത്ര മനോഹരമാണെന്നറിയാമോ? അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റോഡുകളാണെങ്കിൽ അതിമനോഹരം. പോകെ നിങ്ങൾക്ക് റോഡുകളും എല്ലാം ഞങ്ങൾ കാട്ടിത്തരാമെന്നാണ് കേട്ടോ. ഇതാ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. എല്ലാവരും രാവിലെ ഓടാനും നടക്കാനും ഒക്കെ ആയിട്ട് പോകുന്നൊരു സ്ഥലമാണത്. അപ്പോൾ അതിലേക്കുള്ള വഴികൾ തന്നെ എത്ര മനോഹരമാണ്. ഇത് കണ്ടോ, എന്താ ഭംഗി കാണാനായിട്ട്. ചോക്ക് ഇതൊക്കെ ആസ്വദിച്ച്, ചോക്ക് വരുന്ന വഴികളൊക്കെ തന്നെയാണ് വല്ലപ്പോഴും ഒക്കെ. അപ്പോൾ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം ഇതുകൊണ്ട് ഇതൊരു വലിയൊരു സ്തൂപമാണ്. ഈ സ്തൂപം കണ്ടില്ലേ, എന്താ ഭംഗി. ഇതൊക്കെ ഏതോ മെറ്റലിൽ ഉണ്ടാക്കിയേക്കുന്നത്. അതും ഒന്നൊന്നുമല്ല, കുറേ സ്തൂപങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് പോയപ്പോഴേ ക്ലീനിങ്ങിൻ്റെ ആൾക്കാരെ കണ്ടോ. ഇവരൊക്കെ ഡെയിലി രാവിലെയും ഓരോ സമയങ്ങളായിട്ട് ഫ്രീക്വൻറ്റ് ടൈമിങ്ങിലായിട്ട് ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കും. വഴിയിലും റോഡും എല്ലാം തന്നെ. ഇതെല്ലാം പ്രായമായ ആൾക്കാരാണ് കേട്ടോ. അവരെ എൻഗേജ് ആക്കിയിരിക്കുകയാണ്. അവർക്കൊരു ജോലിയുമായി വരുമാനമായി അങ്ങനെയൊക്കെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ അങ്ങനെ നമ്മുടെ ഗ്രൗണ്ടിലെത്തി. എത്ര ഭംഗിയാ ഗ്രൗണ്ട് കാണാൻ നോക്കിക്കേ. അവിടെ ആണെങ്കിലും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കേട്ടോ. കാരണം എല്ലാവരും ഓടുന്നു, എക്സർസൈസ് ചെയ്യുന്നു. വയസ്സായവരും ചെറുപ്പക്കാരും എല്ലാം പ്രായഭേദമന്യേ എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ തന്നെ അങ്ങനെ ആ ഒരു റൊട്ടീനിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും കേട്ടോ. ഒരു നല്ല പോസിറ്റീവ് സെൻസുള്ള സ്ഥലങ്ങളാണ് ഇവിടെയുള്ള ഹെൽത്ത് ക്ലബ്ബുകളും ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകളും ഒക്കെ കേട്ടോ. ഇവരൊക്കെ ഞാൻ കണ്ടേക്കുന്നത് രാവിലെ എന്നിട്ട് എല്ലാവരും തന്നെ എക്സർസൈസ് ചെയ്യും, എന്നിട്ടേ ബാക്കി പരിപാടികളുള്ളൂ. അത് അവരുടെ ഒരു റൊട്ടീനാണ്. അപ്പോൾ ചോക്കു കാഴ്ചകളൊക്കെ ഇങ്ങനെ പതുക്കെ കാണുവാണ് കേട്ടോ. ഹെൽത്ത് ഭയങ്കര, ഇവരെല്ലാം ഓരോ ആൾക്കാരും ഹെൽത്തിനെ വളരെയധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. വയസ്സായാലും അവർ നടക്കാൻ വരും. കാരണം നമ്മൾ പല്ല് തേച്ച് ഓരോ നമ്മുടെ ദിനചര്യകൾ ചെയ്യുന്ന പോലെയാണ് ഇവരുടെ എക്സർസൈസ് റൊട്ടീൻ. ഈവൻ ചെറിയ കുട്ടി മുതൽ വലിയ കുട്ടികൾ വരെ, വലിയ ആൾക്കാർ വരെ എല്ലാവരും എക്സർസൈസ് ചെയ്യും. ഈവൻ സ്കൂളിലും കമ്പൽസറി ആണ്. ഞങ്ങൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട് മുകളിലെ അപ്പാർട്ട്മെന്റിലൊക്കെ കുട്ടികൾ ചാടും. കാരണം അവർക്ക് സ്കിപ്പിംഗ് ചെയ്തിട്ട് വീഡിയോസും അതിൻ്റെ ഇതൊക്കെ സ്കൂളിൽ പ്രസന്റ് ചെയ്യണം. മീൻസ് അത്രയ്ക്കും സ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ ഹെൽത്ത് ഫോളോ ചെയ്യുന്ന ഒരു റൊട്ടീൻ. അപ്പോൾ ചോക്കു ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുവാണ്. ഞങ്ങൾ മടിയന്മാരാണല്ലേ ചോക്കുനൊക്കെ നടക്കുക. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെയുള്ള ടോയ്ലറ്റ് കേട്ടോ. ഇതിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ ടോയ്ലറ്റും വെച്ചിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം. ഇതുണ്ടോ, മെഷീൻ വെച്ചിട്ടുണ്ട് ഇവിടെ, വെൻഡിങ് മെഷീൻ, കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുന്നു. ബൈ.